Hello, hi dears, welcome to ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള രണ്ട് സ്റ്റൈലിൽ ബോട്ടിൽ ആർട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പുതിയ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ലഭിക്കുള്ളൂ. എന്നാൽ നമുക്ക് ബോട്ടിൽ ആർട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേഗം വരാം. ഇന്നത്തെ ബോട്ടിൽ ആർട്ടിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ബോട്ടിലാണ് കേട്ടോ. ചില്ലുകുപ്പിയാണ്. നല്ല ഭംഗിയായിട്ട് നമുക്കിത് വൃത്തിയാക്കിയെടുക്കാം. വൃത്തിയാക്കിയതിന് ശേഷം ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഇന്നത്തെ ബോട്ടിൽ ആർട്ട്. നമുക്ക് ഓരോരോ ഒരു ഹാഫ് റൗണ്ട് പോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമുക്ക് ഇതിൽ വരച്ചു കൊടുക്കാം. ഓരോ പകുതി റൗണ്ടുകൾ ചേർത്ത് വെക്കുമ്പോൾ നമുക്കിത് ഭംഗിയായിട്ട് കിട്ടും. അങ്ങനെ ഗ്ലൂ ഉപയോഗിച്ച് നമുക്ക് വരച്ചു കൊടുക്കാം. അടപ്പിൻ്റെ തൊട്ട് താഴെ വരെ നമുക്ക് ഗ്ലൂ ഉപയോഗിച്ച് ഓരോരോ റൗണ്ടിൻ്റെ ഹാഫ് പോലെ ഓരോന്നിന് മുകളിൽ സൈഡിലായിട്ട് വരച്ചു കൊടുക്കാം. ഇന്നത്തെ ക്രാഫ്റ്റ് ഇപ്പോൾ രണ്ട് ഐഡിയയിലാണ് കേട്ടോ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. ഇലുമിനേഷൻ ലൈറ്റ് ഇട്ടിട്ടുള്ള ബോട്ടിൽ ആർട്ടും ഒന്ന് പെയിൻറ് ചെയ്തിട്ടുള്ള ബോട്ടിൽ ആർട്ടും ആണ്. ഇപ്പോൾ ഗ്ലൂ ഉപയോഗിച്ച് നമ്മൾ ബോട്ടിലിൽ ഫുൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ രണ്ട് ഐഡിയയിലാണ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഇപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇലുമിനേഷൻ ലൈറ്റോ അല്ലെങ്കിൽ കോപ്പർ ലൈറ്റോ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും. ക്രിസ്മസിന് ഒക്കെ ലൈറ്റ് ഇടാനും പിന്നെ നമുക്ക് നമ്മുടെ ഡ്രോയിങ് റൂമിലെല്ലാം ഇതുപോലെ ലൈറ്റ് ഇട്ട് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. നല്ല രസമല്ലേ? ഇനി നമുക്ക് സെക്കൻഡ് ഐഡിയയിലേക്ക് പോകാം. ഇനി ഇതിന് മുകളിലേക്ക് പെയിൻറ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ പിങ്ക് ഷെയ്ഡുള്ള ഒരു പേൾ കളർ പെയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഫാബ്രിക് കളറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു സ്പോഞ്ച് വെച്ച് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും എത്താൻ പാകത്തിന് എല്ലാ കോണിലും എല്ലാം നമുക്ക് ഈ സ്പോഞ്ച് വെച്ച് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പേൾ പെയിൻറ് എടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ഗ്ലേസിങ് കിട്ടും ഈ ഒരു ബോട്ടിലിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പേൾ പെയിൻറ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം കേട്ടോ. പിങ്ക് പേൾ പെയിൻറ് അപ്പോൾ മുഴുവനായിട്ട് ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്ന്, അതായത് ഗ്ലൂ വെച്ച് വരച്ചിരിക്കുന്ന പോർഷനില്ലേ, അത് മാത്രം ഒന്ന് എടുത്ത് നിൽക്കാൻ പാകത്തിന് വേറൊരു കളർ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം കേട്ടോ. വൈറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ബ്ലൂ കൊടുക്കാം, യെല്ലോ കൊടുക്കാം. ഈ ഒരു പിങ്കിന് മാച്ച് ചെയ്യുന്നത് ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഗ്ലൂവിൻ്റെ എല്ലാ ഭാഗത്തും, ഗ്ലൂ ഉള്ള എല്ലാ പോർഷനിലും നമുക്ക് ഈ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യാം. എല്ലാ പോർഷനിലും അപ്പോൾ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബോട്ടിൽ ആർട്ട് കഴിഞ്ഞു. രണ്ട് ടൈപ്പിലാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. ഒന്ന് നമുക്ക് ഇലുമിനേഷൻ ലൈറ്റ് ഇട്ട് സെറ്റ് ചെയ്യാനായിട്ട്, ചില്ല് കുപ്പികളിൽ ചെയ്യാനായിട്ടും, അതേപോലെ തന്നെ ഗ്ലൂ ഉപയോഗിച്ച് ഗ്ലൂവിനെ കുറച്ചും കൂടെ നല്ല സ്റ്റൈലായിട്ട് അത് ഗ്ലൂവിനെ ഒന്ന് കുറച്ചും കൂടെ ഗ്ലോ ചെയ്യിക്കാനായിട്ട് ഉള്ള ഒരു ബോട്ടിൽ ആർട്ടും കൂടെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം ചെയ്യുന്ന രീതിയിൽ ചെയ്യുവാണെങ്കിൽ അത് ക്രിസ്മസിൻ്റെ ലൈറ്റ്സ് ആയിട്ടും ഉപയോഗിക്കാം കേട്ടോ. പല കളറിലുള്ള ഇലുമിനേഷൻ ലൈറ്റുകൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്മസ് ലൈറ്റ്സ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇത്തവണത്തെ ക്രിസ്മസിന് ഒരു വെറൈറ്റി ലൈറ്റ് ഇരിക്കട്ടെ. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ബോട്ടിൽ ആർട്ടാണ്. ഗ്ലൂ ഗൺ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും. അത് രണ്ട് സ്റ്റൈലിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും നല്ല നല്ല ക്രാഫ്റ്റും ഐഡിയാസുമായിട്ട് ഞാനെത്തും. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.